എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വാട്സപ്പിൽ കൂടി ഒരു ഇമേജ് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫയൽ സൈസ് വളരെ ചെറുതാവുകയും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം എങ്ങനെയാണ് നമുക്കൊരു ഇമേജ്, ഒരു ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് നമ്മൾ എടുത്തിട്ട് ആ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് എങ്ങനെയാണ് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാമെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഏത് ഇമേജാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇമേജ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് ഇതിൽ കൂടെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇമേജിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം റീനെയിം ചെയ്യുക. ഇതിപ്പോൾ JPG ഫയലാണ്. ഈ JPG എന്നുള്ളത് നമ്മൾ ഡോക്കാക്കി അതിൻ്റെ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ഡോക്കായി മാറി. എന്നിട്ട് നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ കൂടെ ഇത് സെൻഡ് ചെയ്യാണ്. എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്കാണ് ഞാനിത് സെൻഡ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ സെൻഡ് കൊടുത്തു. ഈ ഫയൽ എൻ്റെ മറ്റേ നമ്പറിലേക്ക് സെൻഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി മറ്റേ മൊബൈലിൽ എടുത്തിട്ട് ആ ഫയൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. ഇതിപ്പോൾ ഒരു നമ്മൾ PDF ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് വരുള്ളൂ. നമുക്ക് ഇമേജ് ആയിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഇത് ടെക്സ്റ്റ് ഫയലായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു PDF റീഡറോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആവില്ല. അപ്പോൾ ഓപ്പൺ ആയില്ല എന്ന് വെച്ചിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. മറ്റേ മൊബൈലിൽ നിന്ന് സെൻഡ് ചെയ്ത ഫയൽ എനിക്കിതിപ്പോൾ ഈ മൊബൈലിൽ ലഭിച്ചു. പക്ഷെ അത് എൻ്റെ കയ്യിലൊരു PDF റീഡറൊന്നും ഇല്ലാത്ത കാരണം ഇത് ഈ ഫയൽ ഇപ്പോൾ ഓപ്പൺ ആവണില്ല. ഇപ്പോൾ ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മാനേജറിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫയൽ മാനേജറിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മീഡിയ എന്നുള്ളതിൽ ഇത് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഇത് വാട്സപ്പ് ഡോക്യുമെൻറ്റ്സിലാണ് ഈ ഫയലുണ്ട്. അപ്പോൾ ഈ ഫയൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഓപ്പൺ ആവണില്ല. ഇപ്പം എൻ്റെ കയ്യിൽ PDF റീഡറൊന്നും ഇല്ലാത്ത കാരണം ഇത് ഓപ്പൺ ആവണില്ലേ. അല്ല PDF റീഡർ അങ്ങനെ വല്ല ടെക്സ്റ്റുകൾ അതൊക്കെ ഓപ്പൺ ചെയ്യുന്ന വല്ല ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഓപ്പൺ ആവണില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഫയലിൻ്റെ ഇത് എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇത് ഡോക്കായിട്ടാണ് കിടക്കുന്നത്. ഞാനത് JPG ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ JPG എന്നാക്കി എന്നിട്ട് ഞാൻ OK കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഇമേജ് സെയിം ക്വാളിറ്റിയിലെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പിൽ ഇതിൽ 3.91 MB ആണ് ഇത് ഉണ്ടായിരുന്നത്. ആ സെയിം സൈസ് തന്നെ നമുക്ക് ലഭിച്ചു. നമ്മൾക്കിപ്പോൾ ഈ ഇമേജ് നമ്മൾ സാധാരണഗതിക്ക് നമ്മൾ വാട്സപ്പിൽ കൂടെ സെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് വളരെ ചെറുതായി മാറും. അതേമാതിരി തന്നെ ഈ ഇമേജിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് മറ്റൊരാൾക്ക് നമുക്ക് ഇമേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.